نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا വിശ്വാസികൾ സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അതിൽ നിസ്സാരമെന്ന് ഒരു പക്ഷേ ചിലരെങ്കിലും ധരിച്ചിരിക്കുന്ന എന്നാൽ ഏറെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉറക്കം എന്നുള്ളത്. മനുഷ്യന്റെ ശരീരത്തിന്റെ സുസ്ഥിതിക്ക്, മനസ്സിന്റെ ആരോഗ്യത്തിന്, അവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നതിന്, അവന്റെ ആരോഗ്യ രക്ഷയ്ക്ക് ഒക്കെ കൃത്യമായ ഉറക്കം അനിവാര്യമാണ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ട് നമ്മൾ ഡോക്ടറെ പോയി കണ്ടാൽ പല അസുഖങ്ങൾക്കും ഡോക്ടർ ഒരു പക്ഷേ പറയാനുള്ളതൊക്കെ കേട്ടതിന് ശേഷം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഉറക്കം എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഉറക്കം കൃത്യമായി ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ്, വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. ഉറക്കം വരാതെ പാതിരാത്രികളിൽ കട്ടിലിൽ കിടക്കപ്പായയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കണം അവർ അനുഭവിക്കുന്ന മനപ്രയാസം എത്രയുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങള് എന്തെങ്കിലും കാരണങ്ങളാൽ ഉറക്കം നഷ്ടപ്പെട്ടാൽ അവരുടെ ശരീരം തളർന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വന്നാൽ ഡോക്ടർ ആദ്യം അതിന് ചെയ്യുന്ന ചികിത്സയും അയാളെ കുറെ സമയത്തേക്ക് ഉറക്കാനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. ഭൗതികമായും
ആത്മീയമായും അങ്ങനെ തന്നെയാണ് അതിനെ നാം മനസ്സിലാക്കേണ്ടത്. നിരവധി സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹദീസുകളെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അബൂദർദാ റളിയല്ലാഹു അൻഹു മുഹാജിറായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ഒരു വ്യക്തിയായിരുന്നു. സൽമാൻ അദ്ദേഹം ഒരു അൻസാരിയാണ്. ഇവർ പരസ്പരം ഹിജ്റയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച രീതിയിലുള്ള മുആഖാത്ത്, സൗഹൃദം ആരംഭിച്ചു. ഓരോരുത്തർക്ക് സുഹൃത്തുക്കളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദായുടെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്താണ് വിവരമെന്ന് വൈഫിനോട്, ഭാര്യയോട് അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി ലൈസ ലഹു ഹാജ ഫി ദുനിയ. അത് അബൂദർദായിന് ഇത്തരം ഭൗതിക കാര്യങ്ങളൊന്നും വലിയ താല്പര്യമല്ല. അദ്ദേഹം മിക്കവാറും സമയം ആരാധനകളിലും പ്രാർത്ഥനകളിലുമാണ്. രാത്രി കൃത്യമായിട്ട് ഉറങ്ങാറ് പോലുമില്ല എന്ന് ഭാര്യ മറുപടി പറഞ്ഞപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു രാത്രി അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഇശാ കഴിഞ്ഞ് ചെറുതായിട്ടൊരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. കുറച്ച് ഉറങ്ങിയപ്പോ അബൂദർദാ എണീറ്റ് നമസ്കരിക്കാൻ തുടങ്ങി. സൽമാൻ ചോദിച്ചു എന്താണ്? അദ്ദേഹം പറഞ്ഞു നമസ്കരിക്കാനാണ്. അപ്പോ സൽമാൻ പറഞ്ഞു കിടക്ക്, സമയമായിട്ടില്ല. ഒന്ന് ഉറങ്ങി തുടങ്ങിയപ്പോ വീണ്ടും അബൂദർദാ എണീറ്റു. സൽമാൻ പറഞ്ഞു സമയമായിട്ടില്ല, കിടക്ക്. മൂന്നാമത് ഏറെക്കുറെ സുഹൂറിലേക്ക് അടുത്തപ്പോ അബൂദർദാ എണീറ്റപ്പോ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് എണീറ്റ് നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സൽമാൻ അബൂദർദായോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് ചില കടപ്പാടുകളുണ്ട്. വലിയ റബ്ബിക അലൈക ഹഖ്, നിങ്ങളുടെ റബ്ബിനോട് ചില കടപ്പാടുകളുണ്ട്. ഓരോരുത്തർക്കും അത് അവരവർക്ക് അർഹതപ്പെട്ട അവകാശം നിർവഹിക്കണം. ഓരോരുത്തരോടും ചെയ്യാനുള്ളത് ചെയ്യണം. ഇത് കേട്ടപ്പോ അബൂദർദായ്ക്ക് ഒരു സംശയമായി. ഇങ്ങനെ എന്താ സൽമാൻ പറയാൻ കാരണം? അബൂദർദായ് പിറ്റേ ദിവസം സുബഹി നമസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംഭവം ഒരു പരാതി എന്ന നിലക്ക് വിവരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ സൽമാൻ, ഇതിൽ സൽമാൻ പറഞ്ഞതാണ് ശരി. അതായത് ഉറങ്ങാനുള്ള സമയം ഉറങ്ങണം, ആരാധിക്കേണ്ട സമയം ആരാധിക്കണം, അത് തന്നെയാണ് ശരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ് ചെയ്തത്. മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒന്നുകൂടി വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് സൽമാൻ ആയിരുന്നെങ്കിൽ ഇത്തവണ റസൂലുള്ളാഹി തന്നെ പറയുന്നു, സും, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, വഫ്തിർ, നിങ്ങൾ ചില ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കുക, കും, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിന്ന് നമസ്കരിക്കുക, വനം, ഉറങ്ങണമെന്നുള്ളത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യ സംരക്ഷണം കൂടി ഒരു വിശ്വാസിയുടെ ബാധ്യതയായതുകൊണ്ട് ലഫ്ളിയായിട്ട് തന്നെ പഠിപ്പിച്ചു, വനം, നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് ചില കടപ്പാടുകളുണ്ട്, മാത്രമല്ല നിങ്ങളുടെ കണ്ണിനോട് ചില കടപ്പാടുകളുണ്ട്. എന്നാൽ കണ്ണിനോടുള്ള കടപ്പാട്, ഉറക്കം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തെ മൊത്തം ബാധിക്കുന്നതാണ്. അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അവന്റെ കണ്ണാണ്. ആ കണ്ണിന് ആവശ്യമായ വിശ്രമം കൊടുക്കണം. അതുകൊണ്ട് ആ കണ്ണിനോടുള്ള കടപ്പാട് കൂടി നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൃത്യമായി ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. വിശ്രമം, ഉറക്കം, ഇതിനൊക്കെ അള്ളാഹു അല്ലെങ്കിൽ മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് രാത്രി സമയത്തെയാണ് അതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. രാത്രി ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ളതാണ്. പകൽ അധ്വാനിക്കാനും ജീവിതത്തിനുള്ള മാർഗം കണ്ടെത്തുവാനുമുള്ള സമയമാണ്. അങ്ങനെയാണ് ഇസ്ലാം രാവിലെയും പകലിനെയും നിർണയിച്ചു തന്നിരിക്കുന്നത്. സൂറത്തുൽ നബയിലൂടെ അള്ളാഹു പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, നിങ്ങളുടെ പകൽ സമയത്തെ അള്ളാഹു നിങ്ങൾക്ക്
നിങ്ങളുടെ രാത്രി സമയത്ത് നിങ്ങളുടെ രാത്രി സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള സമയമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അതേപോലെ തന്നെ രാത്രി ഉറക്കിന് വിശ്രമിക്കുവാനുള്ള സമയവും രാത്രിയെ നിങ്ങളുടെ സ്വകാര്യതകൾ സംരക്ഷിക്കുവാനുള്ള സമയവുമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വസ്ത്രമാക്കിയിരിക്കുന്നു. വസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വസ്ത്രം ഒരാളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നത് പോലെ രാത്രി നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന സമയമാക്കി മാറ്റിയിരിക്കുന്നു. പകലിനെ അള്ളാഹു നിങ്ങൾക്ക് ജീവിത സന്ധാരണ വേളയും ആക്കിയിരിക്കുന്നു. അഥവാ ജീവിക്കുവാനുള്ള വക കണ്ടെത്തുവാൻ അധ്വാനിക്കുന്നതിന് വേണ്ടിയുള്ള സമയമായി പകലിനെ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വാക്യം വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ അൽ ഫുർഖാനിലെ 47-ാമത്തെ വാക്യമാണ്. അതിലൂടെ അള്ളാഹു പറയുന്നു, അവനാണ് രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമായി നിശ്ചയിച്ചു തന്നവൻ. അതേപോലെ തന്നെ ഉറക്കിനെ നിങ്ങൾക്ക് വിശ്രമത്തിനുള്ള സമയവുമാക്കി തന്നവൻ. എന്നാൽ പകലിനെ അള്ളാഹു നിങ്ങൾക്ക് എഴുന്നേൽപ്പ് സമയമാക്കിയിരിക്കുന്നു. ഉറക്കിൽ നിന്ന് എണീറ്റ് ജീവിത കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി, അധ്വാനത്തിന് വേണ്ടി, കുടുംബത്തിനുള്ള വക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എഴുന്നേറ്റ് നിൽക്കുവാനും നടക്കുവാനുമുള്ള സമയമാക്കി പകലിനെ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഒരു വിശദീകരണത്തിൽ പറഞ്ഞതായിട്ട് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു നൗമ ഖബല അൽ-ഇശാഇ വൽ ഹദീസ ബഅദഹ എന്നുള്ള വചനം നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ വെറുത്തിരിക്കുന്നു എന്ത്? അന്നൗമ ഖബല അൽ-ഇശാഇ, ഇശാഇന്റെ മുൻപ് കിടന്നുറങ്ങുന്നതിന്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇശാഇനിടക്കൊന്ന് ഉറങ്ങിയ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, അതിനെ വെറുത്തിരുന്നു. അതേപോലെ തന്നെ വെറുത്ത ഒന്നാണ് വൽ ഹദീസ ബഅദഹ, ഇശാഇന് ശേഷമുള്ള അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെടല്. അത് ഏത് തരത്തിലുള്ള ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വിശ്വാസത്തിന്റെ കാലത്ത് തന്നെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാത്ത നിലക്കുള്ള അനാവശ്യമായ സംസാരത്തിൽ ഏർപ്പെടുന്നതിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ വെറുത്തിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ഹദീസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ഇന്ന് ഈ ഒരു വിഷയം ഇവിടെ പറയുവാനുള്ള കാരണം നമ്മുടെ നാടിന്റെ ഒരു രീതി തന്നെ. ഒരു പക്ഷെ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു നൈറ്റ് ലൈഫ് കൾച്ചർ വ്യാപകമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നൈറ്റ് ലൈഫ്, ആളുകള് നല്ല ഒരു വിഭാഗം ജോലി ചെയ്യുന്നത് പോലും രാത്രിയായി മാറുന്നത്. കാരണം പല ഒരു പക്ഷേ അനിവാര്യമായ സ്ഥാപനങ്ങളിൽ നിർബന്ധമായി ഇപ്പൊ ഒരു ഹോസ്പിറ്റല് 24 hours വർക്ക് ചെയ്യേണ്ടി വരും. അവിടെ പകല് മാത്രമേ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് ദുരിതത്തിന് കാരണമാകും. എന്നാൽ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തന്നെ അങ്ങനെ ഒരു കൾച്ചർ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇപ്പൊ ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്നത് ഓക്കെ. പക്ഷെ അതിനപ്പുറം രാത്രിക്കാണ് വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ജീവിതത്തെ ഒരു ട്രെൻഡാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. വിനോദങ്ങൾക്ക് വേണ്ടി ആളുകൾ രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നു. അങ്ങാടികൾ, ടൗണുകൾ, സിറ്റികൾ, അതേപോലെ തന്നെ ടർഫുകൾ, ഫ്ലഡ് ലൈറ്റുകൾ, എല്ലാ കേന്ദ്രങ്ങളും രാത്രി സജീവമാകുന്നു. ഡ്രൈവിങ്ങിന് പയ്യന്മാര്, കുട്ടികൾ ഇറങ്ങുന്നു, റൈഡിങ്ങിന് ഇറങ്ങുന്നു. അത് ഒരു പക്ഷേ കാട് കയറി ചില ലഹരി ക്ലബുകളിലേക്ക്, മ്യൂസിക് ക്ലബുകളിലേക്ക്, സംഗീത പരിപാടികളിലേക്ക്, DJ പാർട്ടികളിലേക്ക്, നൃത്തങ്ങളിലേക്ക്, അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ലൈംഗിക ആഭാസങ്ങളിലേക്കൊക്കെ വഴിമാറിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും വഴിവിട്ട് പോയിട്ടില്ല എങ്കിലും ഭക്ഷണ രീതിയിലൊക്കെ സംഭവിച്ചിരിക്കുന്ന മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ പരിസരങ്ങളിലൊക്കെ, ചുറ്റുപാടുകളിലൊക്കെ ഈവനിങ് കഫേകൾ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ഇപ്പൊ വൈകുന്നേരം ഒരു ചായ കുടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. ഓക്കെ, പക്ഷെ അതിനപ്പുറത്തേക്ക് രാത്രി 9 മണിക്കും 10 മണിക്കും 11 മണിക്കും 12 മണിക്കും ഒരു പക്ഷെ 2 മണിക്കും സജീവമായി പ്രവർത്തിക്കുന്ന ഇത്തരം കഫേകള്, ഇത്തരം ഈവനിങ് ഫുഡ് സെന്ററുകള്, അവിടെ ആളുകൾ ഇരുന്ന് അനാവശ്യമായി സംസാരിച്ചുകൊണ്ട് സമയം പാഴാക്കിക്കൊണ്ട് സമയത്തെക്കുറിച്ചുള്ള ഒരു ബോധവുമില്ലാതെ
എന്താണ് കഴിക്കുന്നത് എന്നോ കുടിക്കുന്നത് എന്നോ തിന്നുന്നത് എന്നോ ഒരു ബോധവുമില്ലാതെ രാത്രി മുഴുവനും സജീവമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ മാത്രം കുറ്റം പറയേണ്ട, നമ്മുടെ ആളുകൾ പൊതുവെ ഒരു പക്ഷേ നമ്മൾ അങ്ങനെ അബദ്ധത്തിലേക്ക് വീണ് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഗതികൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് രാത്രി പുറത്തിറങ്ങാൻ പാടില്ല, രാത്രി ഒരു ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറയാനല്ല. പക്ഷേ ഒരു യാത്രയിലോ ഒരു പക്ഷേ ഒരു സൗകര്യത്തിന് വേണ്ടി വല്ലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ ജീവിത രീതി തന്നെ, ലൈഫ് സ്റ്റൈല് തന്നെ ആ രീതിയിലേക്ക് മാറിയിട്ട് അവസാനം ഉറക്കം നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് കുട്ടികള് രാത്രി 2 മണിക്ക് 1 മണിക്ക് 12 മണിക്കൊക്കെ ഹെവി ഫുഡ് കഴിക്കാൻ, ഒരു ചായ കുടിക്കുന്ന ഇത്തരം സമയത്തുള്ള ചായ ബ്രെയിനകത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അത് ചെല്ലുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന കഫീനുകൾ നമ്മുടെ ഉറക്കത്തെ കെടുത്തിക്കളയുന്നു. അങ്ങനത്തെ ഒരുപാട് ആരോഗ്യ വശങ്ങൾ അതിനുണ്ട്. അതിന്റെയൊക്കെ പുറമെ രാത്രി ഉറക്കൊഴിച്ചിട്ട് പിന്നീട് ഈ മക്കൾ വന്നിട്ട് കിടക്കുന്നത്, മക്കളെ കുറ്റം പറയില്ല, മക്കളെ മാത്രമല്ല പറയുന്നത്, എല്ലാവരെയാണ്. പക്ഷെ പൊതുവെയുള്ള ശീലം ഇതൊക്കെ മക്കൾക്ക് ന്യൂ ജനറേഷൻ അങ്ങോട്ടാണ് തള്ളുക എന്നുള്ളതാണ്. ന്യൂ ജനറേഷൻ മാത്രമല്ല, എല്ലാവരും അതിൽ ഭാഗവാക്കാണ്. അപ്പോ എന്നിട്ട് പിന്നെ ഈ അസമയത്ത് വന്ന് കിടന്നിട്ട് സുബഹിക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റുന്നുണ്ടോ? എണീക്കുകയാണെങ്കിൽ തന്നെ ബോധത്തോടുകൂടി നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? മക്കൾക്ക് കൃത്യമായിട്ട് മദ്രസയിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ ഒക്കെ താളം തെറ്റിപ്പോവാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. രാത്രി വിശ്രമിക്കാനുള്ള ഒരു ആവറേജ് ഒരു 7 മണിക്കൂർ ഒരാള് ഉറങ്ങണം. അതിന് ഉറങ്ങാൻ ഏറ്റവും നല്ല സമയം ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇശാഇക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കും. ഇശാ എന്നുള്ള പദം തിരിച്ചിട്ടാൽ അശാ എന്നാണ് വായിക്കേണ്ടത്. എന്ന് വെച്ചാൽ അശാ എന്ന് വെച്ചാൽ രാത്രി ഭക്ഷണമാണ്, ഡിന്നറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി ഭക്ഷണം ഒന്നുകിൽ ഇശാ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഇശാ നമസ്കാരത്തിന്റെ തൊട്ട് ശേഷം, ആ സമയത്താണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുഡ് കഴിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് അതിന്റെ ആരോഗ്യവശം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെല്ലാവരും ഈ ഹെവി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ തന്നെ പോയിട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. എന്നിട്ട് സമയത്തിന് ഉറക്കം കിട്ടുന്നില്ല. ഒരു 7 മണിക്കൂർ ഒരാൾ ആവറേജ് ഉറങ്ങണം, എങ്കിലേ പിറ്റേ ദിവസം പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യമായിട്ട് ശരീരത്തിന് ഉണ്ടാവുള്ളൂ, കുട്ടികൾക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു സിസ്റ്റം അതിന്റെ ലൈഫിൽ അയാൾ കൊണ്ടു നടക്കണം. ഏറ്റവും ഉറങ്ങാൻ ഈ പറ്റിയ സമയം എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു 9 മുതൽ അല്ലെങ്കിൽ 10 മുതൽ 4 മണി വരെയുള്ള സമയമാണ് ഏറ്റവും ഉറങ്ങേണ്ട സമയം. ആ സമയത്ത് നമ്മുടെ കണ്ണുകളിലേക്ക് ലൈറ്റ് വരാൻ പാടില്ല എന്നുള്ളതാണ് പഴയ കാലത്തുള്ള പഠനങ്ങളും പുതിയ പഠനങ്ങളും ഒക്കെ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, ആയുർവേദത്തില് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അത് അതിരാവിലെ സുബഹിക്ക് മുമ്പുള്ള സമയമാണ്. ആ സമയത്തായിരുന്നു അവർ എഴുന്നേൽക്കാറുണ്ടായിരുന്നത്. ഇസ്ലാം വിശ്വാസികളെ പഠിപ്പിച്ചത് എന്താണ്? വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികൾ സുഹൂറിന്റെ സമയത്ത് അഥവാ പ്രഭാതോദയം അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പുള്ള സമയം, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 4:30 ബാങ്ക് എങ്കിൽ ഒരു 3:30 മുതൽ 4:30 വരെയുള്ള സമയം, അല്ലെങ്കിൽ 4 മുതൽ 4:45 വരെയുള്ള ആ സുബഹിയുടെ തൊട്ടു മുമ്പുള്ള സമയമല്ലേ, ആ സമയത്താണ് അള്ളാഹു പഠിപ്പിച്ചല്ലോ, അള്ളാഹു യൻസിലു തബാറക വ തആല, 7 ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും ആരാണ് എന്നോട് ചോദിക്കുന്നത് അവർക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് പറയുകയും അള്ളാഹുവോടുള്ള ചോദ്യത്തിന് ഉത്തരം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ ഏർലി മോർണിംഗ്, പ്രഭാതം എന്ന് പറയുന്നത്. ആ സമയത്ത് 2 മണിക്ക് പോയിട്ട് നല്ലോണം കഴിച്ചിട്ടാണ് കടന്നിറങ്ങിയാൽ ഇവൻ അറിയുന്നുണ്ടോ, ഉണരുന്നുണ്ടോ, തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? ആ സമയത്താണ് ഉണർന്നിരിക്കേണ്ടത്. അവർ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബ്രെയിന് ഏറ്റവും ഷാർപ്പായി നിൽക്കുന്ന സമയം. മക്കളെ സംസാരിക്കരുത്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയിരുന്നേ, മോനെ ഒന്ന് പ്രവർത്തിക്കരുത്. കുട്ടികളാകുമ്പോൾ എടുത്തിരുന്നാൽ ചിലപ്പോൾ ഒന്ന് ഒരാളെ ഇങ്ങോട്ടിരുത്തി, ഒരാളെ ഇങ്ങോട്ടിരുത്തി, ഒരാളെ മാറ്റിയിരുത്തിയാൽ മതി. ഓക്കെ, അവിടെ തന്നെ മാറിയിരിക്കല്ലേ, ഒരാൾ മുന്നോട്ട് കയറിയിരിക്കണം നമുക്ക്. അപ്പോ ഇത് പിന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിന. അള്ളാഹുവേ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ബുക്കൂറിൽ പ്രഭാത സമയത്ത് അവർക്ക് അനുഗ്രഹം നൽകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൈക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെയാണ് ഇറങ്ങുക. ആ സമയത്തിന് ചില പ്രത്യേകതകളുണ്ട്, ആ സമയത്തിന് ചില ബർക്കത്തുകളുണ്ട്. ആ ബർക്കത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് വിശ്വാസികൾ. ഇപ്പോ നമ്മൾ പിന്നെ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് അതുകൊണ്ടുള്ള പ്രത്യേകത പറയുമ്പോൾ ചില കുട്ടികളുടെ ഒരു രീതിയുണ്ട്. സാധാരണ പറയുന്നത് ഔൾ ടൈപ്പും ക്രോ ടൈപ്പും. ചില കുട്ടികൾക്ക് രാത്രി ദീർഘമായി ഉണർന്നിരുന്നിട്ട് പകല് കടന്നുറങ്ങുന്ന മക്കളുണ്ട്. അവർ പറയാം അങ്ങനെയാണ്, എനിക്ക് രാത്രി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ, എല്ലാവരും ഉറങ്ങിയിട്ട് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ചില കുട്ടികൾ
രാത്രി നേരത്തെ ഉറങ്ങും, എന്നിട്ട് രാവിലെ നേരത്തെ എണീക്കും. ഏറ്റവും നല്ലത് ഞാൻ സൂചിപ്പിച്ചാൽ അവന്റെ ബ്രെയിൻ, അവന്റെ ബുദ്ധിയും ഏറ്റവും ഷാർപ്പായി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ അതിരാവിലെയുള്ള സമയമാണ്. 4 മണിക്കോ 3 മണിക്കോ എണീറ്റ് പഠിക്കാൻ പറ്റുമെങ്കിൽ ഒരു കുട്ടിക്ക് ക്ലീൻ സ്ലേറ്റിലും എഴുതിയാൽ നന്നായി തെളിഞ്ഞു കാണും. ആ ഒരു സമയമാണ് അതിരാവിലെ എന്ന് പറയുന്നത്. മാത്രമല്ല മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, സർക്കാഡിയൻ റിതം, ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മോഡേൺ സൈക്കോളജിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനൊരു ക്ലോക്ക് ഉണ്ട്. രാത്രി ഒരു 9 മണി 9:30 മണി 10 മണി ആകുമ്പോഴേക്കും മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. അത് എന്തിന്റെ ലക്ഷണം എന്നറിയോ? ഉറക്കിന്റെ ലക്ഷണം. പക്ഷെ ഇന്ന് നമ്മള് ടിവിക്ക് മുൻപിൽ, മൊബൈൽ ഫോണിന് മുൻപിൽ ഇരുന്ന് ഈ ബ്ലൂ ലൈറ്റ് കണ്ണിലേക്ക് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോ ഈ ഹോർമോണിന്റെ ക്രിയേഷൻ നടക്കാതെയാവും, ഉറക്ക് വരാതെയാകും. അങ്ങനെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മൾ തന്നെ തെറ്റിച്ചു. ജനിച്ചപ്പോ അല്ല നമുക്ക് തന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോ ബ്രെയിനകത്ത് ഇതിന്റെ ഈ ഒരു ഹോർമോൺ വരിക, നമ്മളിങ്ങനെ ഉറക്കിലേക്ക് പോവുക. അപ്പൊ ഒരു 8 മണി അല്ലെങ്കിൽ 9 മണി അല്ലെങ്കിൽ 10 മണി ആകുമ്പോഴേക്കും നമ്മൾ ഉറക്കിലേക്ക് പോകും. പക്ഷെ ഇന്ന് നമ്മുടെ സിസ്റ്റം ആകെ മാറിയപ്പോ നമ്മളും ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ തന്നെ പറയും എനിക്കതിന് അപ്പളേ ഉറക്കം വരുള്ളൂ. എപ്പോ ഉറക്കം വരുന്നതായത് നമ്മൾ ഉണ്ടാക്കിയ ശീല. ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയല്ല, നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് നമ്മൾ അങ്ങനെയാക്കി മാറ്റിയത്. എന്നിട്ട് നമ്മുടെ മക്കളൊക്കെ പരീക്ഷന്റെ തലേന്ന് അങ്ങോട്ട് ഉറക്കുവയ്ക്കും. അല്ലെ, കണ്ടില്ല നിങ്ങൾ? പരീക്ഷന്റെ തലേന്ന് 2 മണി വരെ വായിക്കുക. ആ വായന കൊണ്ടൊരു കാര്യമില്ല. നമ്മൾ വായിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനകത്ത് അവിടെ കൃത്യമായി സേവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് നടക്കണമെങ്കിലും ഉറക്കം നടക്കണം. അപ്പോഴേ അവിടെ അത് അല്ല. തലേന്ന് ഇങ്ങോട്ട് വായിച്ചിട്ട് നേരെ പരീക്ഷ എടുക്കാണ്ട് പോയാൽ വായിച്ചിട്ടുണ്ട്, സേവിങ് നടന്നിട്ടില്ല. ഷോർട്ട് ടൈം മെമ്മറിയിൽ ഉള്ളൊരു സാധനം നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടൂല. എന്നിട്ട് കുട്ടികൾ പഠിച്ചതൊക്കെ ഞാൻ പഠിച്ചൊക്കെ ചെയ്തീനി, ഇന്നലെ രാത്രി ഉറക്കിച്ചിരുന്ന് വായിച്ചിനി, പക്ഷെ പരീക്ഷയ്ക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ? നമ്മൾ രാത്രി വായിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ശരീരം കംപ്ലീറ്റ് റെസ്റ്റിലല്ല. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഓർത്തെടുക്കാനും ഇതിനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഒരു മെമ്മറി കൺസോളിഡേഷൻ, ഓർമ്മകളുടെ ഏകീകരണം നടന്നെങ്കിൽ കുട്ടികൾക്ക് ഇത് എഴുതാൻ കിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന സമയം നമ്മുടെ ഇമോഷണൽ ബാലൻസ്, വൈകാരികമായ ഒരു പക്വത, വൈകാരികമായി നമ്മൾ വഴിവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ കൃത്യമായി ഉറക്കം കിട്ടണം. നമ്മുടെ പ്രതിരോധ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം മനോഹരമായി വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായി ഉറക്കം കിട്ടണം. അതേപോലെ തന്നെ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെ കുറഞ്ഞിട്ട് അതിന്റെ ശുദ്ധീകരണം നടക്കുക, ഹൃദയത്തിന്റെ പ്രവർത്തനം വളരെ ശാന്തമായ രീതിയിൽ വർക്ക് ചെയ്യുക. അതിനൊക്കെയുള്ള വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാലോ, ഉറക്കിന്റെ ഇസ്ലാമിന്റെ കുറെ മര്യാദകളുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആദ്യം വുളു ചെയ്യണം. കഴിയുമെങ്കിൽ വുളു ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നത്. അതോടുകൂടി അവൻ ഒരു ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് മാറാം. നമ്മുടെ കയ്യും മുഖമൊക്കെ കഴുകുന്നതോടുകൂടി നമ്മുടെ മനസ്സ് ശാന്തമാകും. ശരീരത്തിന്റെ ആ പ്രഷറൊക്കെ കുറഞ്ഞിട്ട് നമ്മളൊരു സാധാരണ അവസ്ഥയിലേക്ക് വരും. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് അതായിരുന്നു. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഇത് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാറുണ്ടായിരുന്നത്. ഒരുപാട് ദുആകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലത് മാത്രം പറയാം. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉ എന്ന് പറയുന്ന ഷോർട്ടായ ദുആ. ഇതിന്റെ ലോങ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഉള്ള റിപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ബിസ്മിക റബ്ബി, എന്റെ റബ്ബിന്റെ നാമത്തിൽ. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിലാണ് ഒരു വിശ്വാസി ആരംഭിക്കേണ്ടത്. ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് നമ്മിൽ നിന്ന് അകന്നു പോകുന്ന സമയമാണ്. ആത്മാവ് തിരിച്ചു കിട്ടിയാ കിട്ടി, അത്രയേ ഉള്ളൂ. എത്രയോ ആളുകൾ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. നമ്മൾ ആത്മാവിനെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ച് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത്. ആ ആത്മാവ് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യത്തോട്, ഒരു പക്ഷെ ഇതെന്റെ അവസാനത്തെ ഉറക്കമാവാം എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുവിന് മുമ്പിൽ തല ചായ്ച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. വലഅതു ജംബി വബിക അർഫഉ, ഇനി നീ ഉദ്ദേശിച്ചാൽ ഞാൻ എണീറ്റ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ കിടക്കുന്നു. മറ്റൊരു റിപ്പോർട്ടുള്ളത് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹയ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹയ, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ അമൂത്തു മരിക്കുന്നു, വഹയ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കും. നാളെ
രാവിലെ എനിക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. ഇത് പറഞ്ഞിട്ടാണ് ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ഒരാൾ കിടക്കുന്നത്. പിന്നെയോ നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, ആയത്തുൽ കുർസി ഓതിയിട്ടായിരുന്നു നബി സല്ലല്ലാഹു ഉറങ്ങാറുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ടില്ല. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, മുഅവ്വദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഇത് മൂന്നും ഓതിയിട്ട് കൈകളിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവിയിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാറുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വാചകത്തിൽ കാണുവാൻ സാധിക്കും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ. മറ്റൊരു റിപ്പോർട്ടില് അല്ലാഹു അക്ബർ 31 പറഞ്ഞിട്ട് അത് 100 തയ്ക്കാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് ശരീരത്തിൽ കൈകൾ ഊതിയിട്ട് ശരീരത്തിൽ തടവിയിട്ട് വിരിപ്പ് തട്ടിക്കൊട്ടുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുന്നതിന് മുൻപേ വിരിപ്പ് തട്ടിക്കൊട്ടി ക്ലീൻ ആക്കുമായിരുന്നു. അതിന്റെയൊക്കെ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അപ്പൊ ഈ അടുത്ത് കേട്ടിട്ട് ഒരു സഹോദരി ഉണ്ടായൊരു സംഭവം പറഞ്ഞത്, പുതച്ചിങ്ങനെ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പുതപ്പിന്റെ ഒരു ചൂട് പിടിച്ചു നോക്കുമ്പോ ബ്ലാങ്കറ്റിന്റെ ഉള്ളിലുണ്ട് വലിയൊരു സർപ്പം, ഒരു പാമ്പ് കിടക്കുന്നത്, ഒരു മൂർഖം പാമ്പ് ബ്ലാങ്കറ്റിൽ ചാടി എണീറ്റ് പെട്ടെന്ന് കുടഞ്ഞ് രക്ഷപ്പെട്ടത് കൊണ്ട് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സുന്നത്താക്കിയതാണ് ഉറങ്ങുന്നതിന്റെ മുൻപ് വിരിപ്പ് തട്ടിക്കൊട്ടാൻ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഗൗരവം. ഷൂട്ടിട്ട് അപകടത്തിൽപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണുള്ളത് ആ ഒരു ഷൂ ഒന്ന് വൃത്തിയാക്കിയിട്ട് തുടച്ചു വെച്ചതിന് ശേഷം ഇടുകയെന്നുള്ളത്. ഷൂലേക്ക് കാലം കെട്ടിട്ട് പെട്ടെന്ന് പിൻവലിച്ച് രക്ഷപ്പെട്ട ആളുകളുണ്ട്, കടി കൊണ്ട് മരിച്ച ആളുകളുണ്ട്. ഇത്തരം സംഗതികളൊക്കെ വളരെ ഭൗതികമായ കാര്യങ്ങൾ പോലും ഒരു വിശ്വാസിയുടെ രക്ഷയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ പെട്ടതാണ്. അപ്പോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പ് തട്ടിക്കൊട്ടിയിട്ടും വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു നമ്മുടെ ഹാർട്ടിന്, ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കൈകൾ കവിളിൽ വെച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാറുണ്ടായിരുന്നതാണ്. ഇന്ന് അനാട്ടമി, ആധുനിക ശരീരശാസ്ത്രം വളരെ കൃത്യമായി പറയുന്നത് വലതു ഭാഗം ചെരിഞ്ഞു കിടന്നാൽ ഹൃദയത്തിന്റെ പമ്പിങ് സ്മൂത്തായിട്ട് വളരെ ആരോഗ്യത്തോടു കൂടി പ്രയാസമില്ലാതെ ഹൃദയത്തിന് വർക്ക് ചെയ്യും. അതിന് കമഴ്ന്നല്ല കിടക്കേണ്ടത്. ചിലർ പറഞ്ഞ് കവുന്ന് കിടന്നെങ്കിൽ ഉറക്കം. ചിലപ്പോ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാനൊന്നും പ്രശ്നമില്ല. ഇനിയിപ്പോ എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ ഒരു രക്ഷയില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കടന്നു പോകുന്നതിനെ കുറിച്ചല്ല. സാധാരണ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് എന്ന് പറയുന്നത് വലതുവശത്തേക്ക് ചെരിഞ്ഞ് കൈകൾ കവിളിൽ വെച്ചുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പുണ്യം അതിലൂടെ ലഭിക്കും. അതിനപ്പുറത്ത് ഇന്ന് തെളിയിക്കപ്പെടുന്ന ശാസ്ത്രങ്ങളെല്ലാം എന്താണ് ഉറക്കിനെ കുറിച്ച്, നൈറ്റ് ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ താളം തെറ്റും, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും, ആയുസ് കുറയും. ഇതൊക്കെ ഇതുകൊണ്ടുള്ള ഉപദ്രവം. അതുകൊണ്ടാണ് ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചത് രാത്രി വിശ്രമിക്കാനുള്ളതാണ്, രാത്രി ഉറങ്ങാനുള്ളതാണ്. അത് തെണ്ടി നടക്കാനുള്ളതല്ല, അത് ഊരി ചുറ്റാനുള്ളതല്ല, അത് നാട് ചുറ്റാനുള്ളതല്ല. അത് വിശ്രമത്തിന്റെ സമയമാണ്. ഏതെങ്കിലും ഒരു ജോലിക്കാരന് നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ ചെയ്യുന്നതിനെ കുറിച്ചല്ല. അതിനപ്പുറത്ത് ഒരു ഉപകാരവുമില്ലാതെ നാടിനെ മുഴുവൻ ഹയാത്താക്കി, നാട് മൊത്തം ഫ്ലഡ് ലൈറ്റുകളാൽ വെളുപ്പിച്ച് പ്രകാശപൂരിതമാക്കി, രാവും പകലും വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് രാജ്യത്തെ മാറ്റുന്നത് ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ആവറേജ് ബോധം പ്രിയപ്പെട്ട വിശ്വാസികൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഇസ്ലാം പഠിപ്പിച്ചത് രാത്രി വിശ്രമിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ആരോഗ്യം പറയുന്നത്, അത് തന്നെയാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. ആ ഒരു ഇസ്ലാമിക രീതിയിലേക്ക് തിരിച്ചു വരുവാൻ പതുക്കെ പതുക്കെ സൊസൈറ്റി അങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മളും അങ്ങോട്ട് നീങ്ങുന്നതിന് പകരം ശരിയുടെ കൂടെ നിൽക്കുവാൻ. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ചിട്ട, പുറത്തു പോയ കുട്ടി ഇശാ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടോ, അവൻ വായിക്കാൻ ഇരിക്കുന്നുണ്ടോ, അവൻ എത്ര വലിയ ആളാണെങ്കിലും സമയത്തിന് അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അല്ല, ഓൻ ഇപ്പൊ പഠനമൊക്കെ നിർത്തി ഓൻ സ്വന്തം ജോലി കഴിഞ്ഞ് ഓന്റെ കാര്യം നമ്മൾ നോക്കേണ്ടതില്ല. ഓൻ ചിലപ്പോ 2 മണിക്ക് വരും, ചിലപ്പോ 3 മണിക്ക് വരും, ചിലപ്പോ വരലുമില്ല. ഞാൻ അങ്ങനെ ചോദിക്കലൊന്നുമില്ല, വലിയ കുട്ടിയായില്ലേ എന്ന് പറഞ്ഞ് കഴിയും. ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളെ പോലും അങ്ങനെ കൈവിടുന്ന രീതിയിലേക്ക് നമ്മുടെ കൾച്ചർ മാറുന്നുണ്ട്. അതിനിപ്പോ എന്താ എന്ന ചോദ്യമാണ് എല്ലാത്തിനും. അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റും നമ്മളെ മക്കളോട്. ഓനല്ലേ വരുമാനം കൊണ്ടു തരുന്നത്, ഓനല്ലേ പൈസ തരുന്നത്, പിന്നെ ഓനെ എനിക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന ഒരു അധപ്പതനത്തിലേക്ക് രക്ഷിതാക്കൾ പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് വെച്ചിരിക്കുന്ന നിയമങ്ങൾ പാലിക്കുവാനുള്ളതാണ്. അത് പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും ഖൈറായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസീസിൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൻ ലിന്നാസി തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹി അൽ-അത്ഖിയാഇൽ അബ്റാർ
وعلى أصحابه الأصفياء الأخيار ما دامت السماوات والأرض ما تعقبت الأمات الأنبار ما وضعت الله വിശ്വാസികളെ ക്ഷണിക്കുക അല്ലാഹുവിന്റെ നിയമങ്ങളുടെ ശരീഅത്ത് പ്രചരിപ്പിക്കുക. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ. ഇത് പറഞ്ഞിട്ടാണ് ഒരു വിശ്വാസി രാവിലെ എണീക്കേണ്ടത്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ, എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്ക് സ്തുതി. ബഅദമാ അമാതനാ, മരിപ്പിച്ചതിന് ശേഷം, മരിച്ചു കിടക്കുകയായിരുന്നു നമ്മള്, അങ്ങനെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ച നാഥാ നിനക്കാണ് സ്തുതി. വ ഇലൈഹി നുശൂർ, അവസാനം ഒരു ശരിക്കും മരിക്കുമല്ലോ, അന്ന് മടങ്ങേണ്ടത് നിന്നിലേക്ക് തന്നെയാണ്. അപ്പൊ ആ ഉറക്കത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കഴിയുന്നത്ര ഈ സുന്നത്തൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഒതുവെടുക്കാൻ വേണ്ടി നോക്കുക, പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക. അത് കുട്ടികളോട് ചൊല്ലേണ്ടത് എങ്ങനെയാന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചൊല്ലുന്നത് കുട്ടികൾ കേൾക്കട്ടെ. അങ്ങനത്തെ ഒരു എൻവയൺമെന്റ് വീട്ടിൽ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ഒഴിവ് സമയങ്ങളിലൊക്കെയാണ് വാ മോനെ അടുത്ത് വൈജി സുബ്ഹാനല്ലാഹ് ചൊല്ലിയോ, ഇല്ല ചൊല്ലിയിട്ടില്ല, എന്നാൽ കിടക്കുന്നതിന് മുമ്പിൽ 33 തവണ പറവാക്കി എന്ന് അടുത്ത് പറഞ്ഞുതരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. അതൊക്കെ കുട്ടികൾക്ക് അറിയാലോ. അതേപോലെ ഈ ദുആ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ചൊല്ലുന്നത് കേട്ടിട്ട് നമ്മൾ കിടക്കുന്ന രൂപം അവന് കാണിച്ചു കൊടുക്കുക, അവൾക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ചിട്ട, ഒരു ഇസ്ലാമികമായ രീതി ചെറുപ്പത്തിൽ നമുക്ക് പറ്റുന്നത്ര നമ്മൾ മക്കളെ പഠിപ്പിച്ചാലാണ് കുറച്ചെങ്കിലും മാറ്റം വരില്ല ഉണ്ടാവുക. ഇതൊന്നും ശ്രദ്ധിക്കാതെ തോണ്ടി മൊബൈൽ ഇങ്ങനെ ഇട്ടിട്ട് ഉറക്കാണ്ട് വികലാണ് ചിലര്. ഇത് വെച്ചിട്ടന്നല്ലേ എടുക്കാൻ വീണയിച്ച് അവിടുന്ന് പിറ്റേന്ന് രാവിലെ എടുക്കലാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിയാൽ പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.